മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ക്ലാസ് റൂമിൽ സംസാരിക്കുമ്പോൾ മുടിയുടെ വിഷയവുമായിട്ട് ഞാനൊരു ചർച്ച നടത്തിയപ്പോൾ അന്ന് നിങ്ങൾ ആ മുടിയുടെ വിഷയത്തിൽ അത് എനിക്ക് അറിയേണ്ടതില്ല എന്ന് പറഞ്ഞത് ഇപ്പോഴും പിന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ കേൾക്കും. അതായത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളാ. ഇപ്പൊ നിങ്ങൾ അതേ മുടി കൊണ്ടുവന്ന ആളെ നിങ്ങൾ പരിപൂർണമായിട്ടും അംഗീകരിക്കുന്നു, അദ്ദേഹത്തിന്റെ ആളാന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. അപ്പൊ ഒരുപക്ഷെ അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ ശത്രുവായ നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽവിലാസത്തിൽ വരികയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ശരിയായിട്ടുള്ള അഡ്രസ്സ് തരുന്നില്ല. അപ്പൊ അവിടെ ഒരേ സമയത്ത് 2 ലക്ഷ്യം പിന്നെ അവിടെ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് കാന്തപുരം വിഭാഗം ആദർശപരമായിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുഖ്യ ശത്രുക്കളാണ് എന്നതിലൊരു സംശയമില്ല. പക്ഷേ ആ ശത്രുവാണെങ്കിൽ പോലും ആ ശത്രുവെ അനാവശ്യമായിട്ട് മറ്റാരെങ്കിലും അവർക്കെതിരെ അവരെ പിന്നെ പരിഹസിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞങ്ങൾ സമ്മതിക്കൂല. കാരണം ന്യായമായിരിക്കണം എന്നതാണ്. ഒരു വിഷയത്തിൽ ശക്തമായിട്ട് ആ ഒരാൾക്കെതിരെ എന്തെങ്കിലും പറയുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ അതിനൊരു ന്യായം വേണം, അതിന് കൃത്യമായിട്ടുള്ള അഡ്രസ്സ് വേണം. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അബു റഫീ മൈക്കെടുക്കുമ്പോൾ പറയാം, ഞാൻ ഒരിക്കൽ നമ്മൾ ഈ മുടിയുടെ വിഷയവുമായി സംസാരിച്ചപ്പോൾ അത് എനിക്ക് നോക്കേണ്ടതില്ല, ഞാനത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് നിങ്ങൾ. ഇപ്പൊ അതേ നിങ്ങൾ പറയുന്നു നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളാണ്, ഞാൻ പഠിച്ചത് പ്രകാരം കാന്തപുരം ഉസ്താദ് മഹാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ നിങ്ങളിപ്പോ പറഞ്ഞത്. അപ്പോ അത് രണ്ടും കൂടി വൈരുദ്ധ്യമുണ്ട്. അതെ. അപ്പോ അത് നിങ്ങൾ പിന്നെ പ്രത്യേകം മനസ്സിലാക്കണം. നമുക്കറിയാം കേരള ഇസ്ലാഹി ക്ലാസ് റൂം, ആ ക്ലാസ് റൂമിൽ വെച്ചാണ് നമ്മുടെ പിന്നെ ചർച്ചകൾ നടക്കുക. ഇതിപ്പോ നമ്മൾ പിന്നെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് മാത്രം ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഏകദേശം അതിന്റെ ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ചർച്ച, ഈ സംവാദം നടക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് കേരള ഇസ്ലാഹി ക്ലാസ് റൂമിൽ വെച്ചായിരിക്കും. അത് തീർത്തും ഔദ്യോഗികമായിട്ട് പിന്നെ ഒരു സംഘടനയുടെ പിൻബലമുള്ള ഒരു ക്ലാസ് റൂമാണ്. അപ്പൊ അവിടെ വെച്ച് നടക്കുന്ന ഒരു ചർച്ചയിൽ നിങ്ങൾ ആരുമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പിന്നെ അതെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇവിടെ എല്ലാവരും അവരുടെ അഡ്രസ്സുകൾ പറയുന്നു. ഇവിടെ അള്ളാഹുവിന്റെ ദീനിൽ നിങ്ങൾ പഠിച്ചതനുസരിച്ച് പറയാൻ ആളുകളുമായിട്ട് സുഹൃത്തുക്കളുമായിട്ട്, നമ്മളൊക്കെ സുഹൃത്തുക്കളാണ് ഇപ്പോ, പരസ്പരം നമ്മൾ ശത്രുക്കളല്ല. അപ്പൊ ഇരിക്കുമ്പോ ഞാൻ ഇന്ന ആളാണ് എന്ന് തുറന്ന് പറയല്ലേ വേണ്ടത്. അതല്ല ഇസ്ലാമിന്റെ രീതി. നമുക്കറിയാം ചരിത്ര പുരുഷന്മാർ മുഴുവനും അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന ആളുടെ കൂടെയാണ് എന്ന് പറയാൻ വേജാറ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. സയ്യിദ് ശുഹദ, നമുക്കൊക്കെ അഭിമാനം തോന്നുന്ന, ആവേശം തോന്നുന്ന, അത് പിന്നെ അതിനെ പിന്തുടരണമെന്ന് തോന്നുന്ന ആളുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു പിന്നെ അഡ്രസ്സുള്ള വിഷയങ്ങളുമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അഡ്രസ്സ് ഇല്ലാത്ത വിഷയങ്ങളല്ല. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ അഡ്രസ് ഉള്ളതാണ്. അപ്പോൾ അത് ചർച്ച ചെയ്യുന്ന ആളുകൾക്കും ഒരു അഡ്രസ്സ് വേണം എന്നത് വളരെ നിർബന്ധമാണ്. അതിലേക്ക് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാൻ സാധ്യമല്ല എന്ന് പിന്നെ അറിയിച്ചതാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ അബൂ റഫീ ഉസ്താദ് അദ്ദേഹം കാന്തപുരം വിഭാഗമാണ് എന്ന് പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായി. കാരണം കെ വിഭാഗമാണെങ്കിൽ ഒരു ഉഷാറുണ്ടാവില്ല, കാന്തപുരം വിഭാഗമാണെങ്കിൽ കുറച്ചൊരു സ്ട്രോങ് ഉണ്ടാവും. പക്ഷേ കാന്തപുരം വിഭാഗം സാധാരണ അവര് പേരും അഡ്രസ്സും അയൽവക്കക്കാരൊക്കെ പറയാറുണ്ട്. അബൂ റഫിയ പേര് പറയാൻ പിന്നെ മടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് പേര് പറയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം, കേരള ഇസ്ലാഹി ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പേര് പറയല് ഈ ഒരു പിന്നെ ചർച്ചക്ക്, നമ്മുടെ ഈ സംവാദത്തിന്, അല്ലെങ്കിൽ ഈ ഒരു പിന്നെ നമുക്ക് എന്താണ് പേരിടാം, സംവാദം എന്നാണെങ്കിൽ സംവാദം, അതല്ലെങ്കിൽ ഒരു മുഖാമുഖം എന്നാണെങ്കിൽ അതിടാം, ഇനി അതല്ലെങ്കിൽ വേറെന്താണെങ്കിലും ഇടാം. അപ്പൊ എന്താണെങ്കിലും ശരി, ഇത് ക്ലാസ് റൂമിന്റെ പേരിൽ നടത്തുമ്പോൾ നിർബന്ധമായും നിങ്ങളുടെ പേര് മാത്രമല്ല, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു അഡ്രസ്സ് അത് പറയുക തന്നെ വേണം. അത് നിർബന്ധമാണ് എന്ന് ക്ലാസ് റൂമിന് വേണ്ടി പിന്നെ ഞാൻ അറിയിക്കണം. അതല്ല എങ്കിൽ അള്ളാഹിന്റെ പ്രതിഫലം കിട്ടാനിപ്പോ പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ വ്യവസ്ഥ ചർച്ച നടത്തേണ്ട കാര്യം. നമുക്ക് ക്ലാസ് റൂമിൽ എന്നും സാധാരണ
നമ്മൾ ചോദ്യോത്തരം നടത്താറുണ്ട്, നമ്മൾ അസീസ് മുസ്ലിയാർ മറുപടി പറയാറുണ്ട്, അതുപോലെ ഒറ്റത്താണി മറുപടി പറയും, ഞാനും മറുപടി പറയും. നമുക്ക് അങ്ങനെ പോകാം. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അബൂ റഫി ഉസ്താദ് ഇൻഷാ അല്ലാ ഈ സംഭവം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പിന്നെ പേര് പറഞ്ഞതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. പേര് പറഞ്ഞതുകൊണ്ട് ഇവിടെ നമുക്ക് എന്താണ് ആളുകൾ കാര്യങ്ങൾ തിരിച്ചറിയാം ഏതാണ് അബൂ റഫി. ഇപ്പോഴാണ് നിങ്ങൾ ഇന്ന് പറഞ്ഞപ്പോഴാണ് അറിയണത്. ഞാൻ സത്യത്തിൽ മനസ്സിലാക്കിയ നിങ്ങളുടെ പേര് അബൂ റഫി അങ്ങനെ എന്തൊരു പേരായിരിക്കുന്നു. അപ്പോ നിങ്ങളുടെ മകളുടെ പേരാണ് റഫിയ, അങ്ങനെ അബൂ റഫിയ എന്നുള്ള പേര് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ നിങ്ങൾ മുമ്പൊരു ദിവസം ആനസുന്നി അല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആനസുന്നി അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന APOEK ആയിരിക്കും. ഇന്നിപ്പോ കാന്തപുരം ടീമാണെന്ന് പറഞ്ഞപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലായത്. എന്നതുപോലെ പേരും കൂടെ അറിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും, നിങ്ങൾ ഏതാണ്, എവിടെയാണ്, എന്താണെന്നൊക്കെ ശരിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രയോജനം. അപ്പൊ നിങ്ങൾ പേര് പറയൽ വളരെ വളരെ നിർബന്ധമാണ്, എന്നാലേ നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഒന്ന്. രണ്ടാമത്, താഴെയുള്ള ഉസ്താദ് ഇതേ ഒരു മൈക്ക് എടുത്തില്ല. അദ്ദേഹം മൈക്ക് എടുത്തിട്ടൊന്ന് പറഞ്ഞാൽ പേര് പറയുന്നത് നല്ലതാണ്. പിന്നെ എ ടീം എന്ന് പറയുന്ന അദ്ദേഹം മൈക്കിൽ വരണം, ഒന്ന് സംസാരിച്ചാൽ തിരക്കിടില്ല. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ കുഴപ്പമില്ല, വളരെ നന്നാകും. മറ്റൊരു കാര്യം പറയാനുള്ളത്, തീർച്ചയായിട്ടും നമ്മളൊരു നിഴലിനോട് യുദ്ധം നടത്തുന്നത് ശരിയല്ല. കൃത്യമായിട്ട് നമുക്ക് പേര് പറയാം, എന്നിട്ട് പ്രമാണങ്ങളും വിഷയവും നമുക്ക് ഇസ്തിഗാസ തവസ്സുല് ഒക്കെ നമുക്ക് ചർച്ച ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ പറയാ, നമുക്ക് ചോദ്യത്തിന്റെ സമയം, ഉത്തരത്തിന്റെ സമയം, വിഷയാവതരണം, ഇങ്ങനെയൊക്കെ വളരെ വ്യവസ്ഥാപിതമായിട്ട് സുതാര്യമായിട്ട് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ വളരെ കണ്ടീഷണലായിട്ട് ഉഷാറായിട്ട് നമുക്ക് പോകാം, റെക്കോർഡ് ചെയ്യാം, ഒക്കെ നമുക്ക് സംസാരിക്കാം. എന്തായിരുന്നാലും ഇപ്പൊ നിങ്ങൾ അബൂ റഫി ഉസ്താദ് മൈക്കിൽ വരിക, എന്നിട്ട് ഇൻഷാ അല്ലാ നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ ഒന്ന് പറയുക. എന്നിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ഇപ്പൊ നമ്മള് പല വ്യവസ്ഥയും തീരുമാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ CD-യിലും മറ്റൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ട്. വ്യവസ്ഥ തീരുമാനിക്കുന്നതിന്റെ ഒന്നാമത്തെ അജണ്ടയാണ് അവിടെ പങ്കെടുത്ത ആളുകൾ പരിചയപ്പെടുക എന്നുള്ളത്. നിങ്ങള് പിന്നെ കൊട്ടപ്പുറം സംവാദം മുതൽ, നമുക്ക് ഒക്കെ പരിചയമുള്ള സംവാദങ്ങളൊക്കെയാണ്. കൊട്ടപ്പുറം സംവാദം മുതൽ ഇന്ന് പിന്നെ അടുത്ത് ഫറൂഖിന്റെ അടുത്ത് നടന്ന എന്ത് സംവാദം, ഫറൂഖിന്റെ അടുത്ത് നടന്ന സംവാദം ഉണ്ടല്ലോ, അതേ സമയങ്ങൾ കോടാമ്പുഴ സംവാദം, അതിന്റെ വ്യവസ്ഥയൊക്കെ ഒന്ന് നോക്കി, അതിന്റെ വ്യവസ്ഥയൊക്കെ ഒന്ന് കേട്ടു നോക്കി. കൃത്യമായി രണ്ട് വിഭാഗത്തു നിന്നുള്ള പണ്ഡിതന്മാരും രണ്ട് ഭാഗത്തു നിന്നുള്ള ഞാൻ ഇന്ന ആളാണ്, അറിയാം, പരസ്പരം അറിയാം. അതിൽ പങ്കെടുത്ത ഒന്ന് പിന്നെ ബഹുമാനപ്പെട്ട നൗഷാദ് ഹസനിയാണ്. അദ്ദേഹം നൗഷാദ് ഹസനിയാണ് എന്ന് അവിടെ കൂടിയ ആളുകൾക്ക് അറിയാം. മറുഭാഗത്തുനിന്ന് പങ്കെടുത്ത അലിമദനിയാണ്. അദ്ദേഹം അലിമദനിയാണ് എന്ന് എല്ലാവർക്കും അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെ. എങ്കിലും അതിന്റെ ഒരു ശൈലിയാണത്. ഞാൻ അലിയാണ്, അല്ലെങ്കിൽ ഞാൻ നൗഷാദ് ഹസനിയാണ്, എന്റെ വീട് ഇവിടെയാണ്, ഞാൻ ഇന്നത് ചെയ്യുന്നു എന്ന് പറയുന്നത് സ്വാഭാവികം. ഇതെല്ലാ നമ്മൾ കൂടുന്ന ക്യാമ്പുകളിലും മറ്റൊക്കെ നമ്മൾ പരസ്പര പരിചയമുണ്ട്. ഇപ്പോഴും ഞാൻ അബൂ റഫി ഉസ്താദിനോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ, അബൂ റഫി ഉസ്താദ് എന്ന് പറയുന്ന ആളെ നമ്മൾക്ക് ഇങ്ങനെ അബൂ റഫിയ എന്ന് പറഞ്ഞറിയും എന്നല്ലാതെ ഈ ആരാണ്, അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് ഇത്രയും കാലമായിട്ട് നമുക്കറിയില്ല. അറിയാത്തൊരു വിഷയമാണ് ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് പേര് വിഷയത്തിൽ അഡ്രസ്സ് നിർബന്ധമാണ്. ഇപ്പൊ ഞങ്ങൾക്ക് അഡ്രസ്സ് ഉണ്ട്. ഞങ്ങൾ കേരള ഇസ്ലാഹി ക്ലാസ് റൂമാണ്. ഈ കേരള ഇസ്ലാഹി ക്ലാസ് റൂം, അതിന്റെ ബാനറിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, KNM മർക്കസുദ്ദഅവയുടെ കീഴിലുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ ഔദ്യോഗിക തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. KNM മർക്കസുദ്ദഅവ, കേരള ഇസ്ലാഹി ക്ലാസ് റൂം, ഇവിടെ നിന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അഡ്രസ്സ് പൂർണ്ണമായി നിങ്ങളോട് പറഞ്ഞു. ഞാൻ എൻ്റെ അഡ്രസ്സ് പൂർണ്ണമായി പറഞ്ഞു, പിന്നെ എൻ്റെ വാർഡ് പറഞ്ഞു, വാർഡിലെ വീട് നമ്പർ പറഞ്ഞു, ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജോലി പറഞ്ഞു.
അപ്പോ പിന്നെ അബൂറഫി ഉസ്താദ് ജോലി പറഞ്ഞു, പക്ഷേ ശരിയാണെന്ന് പറയില്ല. കുഞ്ഞലം പറഞ്ഞ് കുഞ്ഞത്ത് പോരാ, ശരിക്കുള്ള ഇസ്മാലം തന്നെ വേണം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ വന്ന ഒരു ഉസ്താദ് ഉണ്ട്, അദ്ദേഹവും മൈക്കെടുക്കട്ടെ. അസ്സലാമു അലൈക്കും. അല്ല സീസ്മാരവി, ഇത് നമ്മളെ കൊട്ടപ്പുറം സംവാദം പോലെ ഉള്ളൊരു വലിയ നിലക്കുള്ള സംവാദമൊന്നും അല്ലല്ലോ. നമ്മളെ സാധാരണ നടക്കുന്ന ചർച്ച അതൊരു ക്രോഡീകരണം വഴി ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട് നടത്തുന്നു എന്നതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സുന്നിയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച പോകാൻ എന്റെ ആശയം അറിഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്ക്. ഞാനെന്ന വ്യക്തിയുടെ ഏറെ ഒരുമില്ലാതും അങ്ങനെ നമ്മളെ സാറ് അതല്ലോ. അതെ, അപ്പൊ ആ നിലക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇത് തന്നെ. അങ്ങനെയാകുമ്പോ നമ്മൾ കൂടുതൽ ഇങ്ങനെ വ്യവസ്ഥ ചർച്ചയും കൊണ്ട് പിന്നെ ഇങ്ങനെ സമയം കളയുന്നതിൽ അർത്ഥമില്ല. തൽക്കാലം എനിക്ക് മറ്റ് പിന്നെ സാങ്കേതികമായി പിന്നെ പേരും മേൽവിലാസവും ഒക്കെ ഇങ്ങനെ ക്ലാസ് റൂമിൽ വെളിപ്പെടുത്തുന്നതിന് പ്രയാസമുണ്ട്. അതേസമയത്ത് ചർച്ചയ്ക്ക് ഞാൻ സന്നദ്ധനാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആര് എന്ന് അറിയേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. എനിക്ക് നിങ്ങളുടെ ഏത് ഐഡിയിൽ ആര്, അതേസമയത്ത് എന്റെ അബുറഫിയ എന്നതിൽ അപ്പുറമുള്ള ഒരു ഐഡി ഈ ക്ലാസ് റൂമിൽ വെളിപ്പെടുത്തുന്നത് അത് പിന്നെ എനിക്ക് വെളിപ്പം പറയാം. പൂർവം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പിന്നെ നല്ല ഇതിന് നന്ദി. അതിന്റെ കൂടെ നേരത്തെ പറഞ്ഞ പിന്നെ കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട ആള് എന്ന് പറഞ്ഞപ്പോ കുറച്ചുകൂടെ അൽഹംദുലില്ലാഹ് ഈ ഒരു അംഗീകാരത്തിന് നിങ്ങൾ സമ്മതിച്ചല്ലോ. അത് വറൂത്തന്മാരുമായിട്ട് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണത്. ആദർശത്തിൽ കാന്തപുരം വിഭാഗം പിന്നെ നല്ല സ്ട്രെങ്ത്തുള്ള ടീമാണ്. അതല്ലാതെ പിന്നെ വാഹന അതേസമയത്ത് എന്റെ ഐഡി അബുറഫിയ എന്നതിലപ്പുറം വ്യക്തമാക്കാൻ ചെറിയ പ്രയാസമുണ്ട്. ഇനി അത് നിർബന്ധമാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ഈ ചർച്ച കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ എനിക്ക് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മുടെ കാന്തപുരം ഉസ്താദിനും കൂട്ടർക്കും പിന്നെ ഒരു പേരുണ്ടല്ലോ സമൂഹത്തില്, വലിയ സ്ഥാനമുണ്ടല്ലോ കേരളത്തിൽ കാന്തപുരത്തിനും ടീമിനൊക്കെ. അപ്പൊ ആ നിലക്ക് അദ്ദേഹത്തിന്റെ അനുയായിയാണ് എന്നുള്ളതിൽ ഉള്ള നമ്മുടെ സന്തോഷം അറിയിച്ചാണ്. കാരണം നമ്മുടെ BJP ഗവൺമെന്റിനും അതുപോലെ മറ്റുള്ള പല ആളുകൾക്കും ഭയങ്കര ഇഷ്ടമാണ് കാന്തപുരത്തിനെ. അതുപോലെ പിന്നെ അദ്ദേഹം എന്താ പറയാ, കഴബ കഴുകാനടക്കം പോയിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് അദ്ദേഹത്തിന്റെ പിന്നെ മുടിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ആ നിലക്ക് അദ്ദേഹത്തിന്റെ ആളാണ് എന്നുള്ളതിൽ എനിക്ക് നമ്മുടെ സന്തോഷം അറിയിച്ചതാണ്. ശരി, പിന്നെ പ്രാസമുണ്ട്.
അബൂ റഫീഖ് പേര് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അങ്ങേയറ്റത്തെ ആഗ്രഹമാണ് ഇസ്ലാഹി ക്ലാസ് റൂമിനുള്ളത്. ഇസ്ലാഹി ക്ലാസ് റൂമിന്റെ ചെയർമാനാണ് ഞാൻ. ആ നിലക്ക് വളരെ വിനയത്തോടുകൂടെ പറയാണ്, ഈ സംവാദം നടക്കണം എന്നുള്ളത് കൊണ്ട് അബൂ റഫീഖ് അദ്ദേഹത്തിന്റെ പേര് പറയാൻ സാധ്യമല്ല എങ്കിൽ എന്ത് ചെയ്യാം, അബൂ റഫീഖ് എന്ത് ചെയ്യാം, മാറി നിന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള ഉസ്താദുമാരെ കൊണ്ടുവരിക, എന്നിട്ട് നമുക്ക് ചർച്ചയാക്കാം. വ്യവസ്ഥാ ചർച്ച വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തുനിന്ന് മാറ്റിയിട്ട് മതി വ്യവസ്ഥാക്കാം. മനസ്സിലായോ? അബൂ റഫീഖ് പേര് പറയാനും മടിയാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, പിന്നെ ഏതെങ്കിലും വരാം, പിന്നെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വ്യവസായ ചർച്ച വേറൊരു ദിവസത്തേക്ക് ആക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഈ ആദർശപരമായ മാറ്റുരക്കങ്ങളാണ് ഓൺലൈനിൽ ഈ കേരള ഇസ്ലാഹി ക്ലാസ് റൂമിന്റെ ഭാഗത്ത് നമ്മൾ തയ്യാറാണ്. കാരണം തൗഹീദ്, ഇസ്തിഗാസ, അതാണ് നമ്മൾ ഏറ്റവും ഇല്ലാണ് ഞാൻ ഇവിടെ എത്രയോ ഞാൻ ഡ്രസ്സിനോ പിന്നെ ഒറ്റത്താണി പറഞ്ഞു, അബ്ദുൽ അസീസ് മുസ്ലിയാർ പറഞ്ഞു, MM ടെക്സ്റ്റ് അടിച്ചു, അങ്ങനെ ആരും പിന്നെ അടിക്കും, പ്രശ്നമില്ല. ഇനിയിപ്പോ അബൂ റഫീഖ് മാത്രം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടില്ല. അപ്പൊ അബൂ റഫീഖ് പറയാത്തത് കൊണ്ട് ഇപ്പൊ അബൂ റഫീഖ് പറഞ്ഞത് നമുക്ക് വേണ്ടാന്ന് വെക്കാം, പിന്നെ നമുക്ക് വേണ്ടാന്ന് വെക്കണ്ട, നമുക്ക് ചർച്ച നടത്താം, നമുക്ക് സംവാദം നടത്താം. അപ്പൊ അതിനെന്ത് ചെയ്യണം, നിങ്ങളല്ലാത്ത ഉസ്താദുമാർ കൊണ്ടുവരും, അഡ്രസ്സും പേരും ഇനീഷ്യലും ഒക്കെ പറയാൻ പറ്റുന്ന ഉസ്താദുമാരെ കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്താ അറിയൂ, നമ്മൾ ഈ ചർച്ച നടക്കും എന്ന് നിങ്ങൾ അപ്പൊ ഭാഗത്താണ് സത്യമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെയും വരാലോ. പ്രമാണം, തെളിവ്, കാര്യങ്ങളുടെ വ്യക്തത, അത് ആരുടെ ഭാഗത്താണ് ശരിയെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാലോ. അപ്പൊ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് വേണ്ടി ഒന്നും കാണിക്കട്ടെ. ഇതാനിപ്പം ടീം എന്ന് പറയുന്ന ആ ഉസ്താദ് വന്നില്ല, പിന്നെ നിങ്ങളൊന്ന് മൈക്കെടുത്ത് സംസാരിച്ചാൽ വളരെ നന്നാകും. അസ്സലാമു അലൈക്കും. അത് മൈക്കെടുക്കാത്തെന്താ? അബൂ റഫീഖ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോ ആരെങ്കിലും മൈക്കെടുക്കണം. അവരെ സംസാരിക്കണം. നമുക്കുള്ളത് നമ്മൾ പറഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ വന്നവരായതുകൊണ്ട് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് സ്വാഭാവികമായും ഞങ്ങളുടെ നേതൃത്വത്തിൽ ചോദ്യം ഉണ്ടാകുമല്ലോ. ആരാണ് ആള്? അന്ന് വന്ന ID മഞ്ചാടി എന്നുള്ള ID ആണ്. മഞ്ചാടി എന്നുള്ള ID ആണ്. അയാള് ഒരു ക്ലാസ് റൂമിന്റെ അഡ്മിൻ ആയിരുന്നു. അവിടെ ഒരു അഡ്രസ് ഉണ്ടായിരുന്നു അയാൾക്ക്. അയാൾ പറഞ്ഞു അങ്ങനെ അയാളുമായി അയാളുടെ ഏതോ ഒരു ഉസ്താദ്, എന്താ വീരാൻ ഏതോ പറഞ്ഞിട്ട് ഒരു ഉസ്താദ്, അയാളുമായി 9 മണിക്കൂറോളം ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അത് അഡ്രസ് ഉണ്ടായതുകൊണ്ട്. ഈ അബൂ റഫീഖ് എന്ന് പറഞ്ഞ ആർക്കും ലോകത്ത് നിങ്ങൾക്ക് അല്ലാത്തല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല എന്ന് തോന്നുന്നു. ആരാണ് ഈ അബൂ റഫീഖ്?
അതുകൊണ്ട് സംസാരിക്കുന്ന ആളുടെ അഡ്രസ് വേണം. പിന്നെ നിങ്ങളായിട്ട് ഞങ്ങളിത് ഒപ്പുവെക്കേണ്ട വിഷയം പിന്നെ കലാശിയാണ് നിങ്ങളല്ല. നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഇനിയിപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയാൻ മടിയാണെങ്കിൽ നിങ്ങൾ മറ്റാരെയും വിളിച്ചോളൂ. ആരും ആവുമ്പോ ഞങ്ങൾക്ക് ആരായാലും പ്രശ്നമല്ല, ആരായാലും പ്രശ്നമല്ല. നിങ്ങൾ ദുർഗൻ ആയതായ കാന്തപുരം അദ്ദേഹത്തെയാണ് സംസാരിക്കണമെങ്കിൽ പ്രശ്നമില്ല. അവിടെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തന്നെ ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ അഡ്രസ്സ് ധൈര്യമായി പറയാം. ഞാന് കാന്തപുരത്തിനെ കൊച്ചാക്കിയതല്ല. അദ്ദേഹത്തിൻ്റെതായ ചില പദവികളുണ്ട്, ജാരടാന്നൊക്കെ ചോദിച്ചിട്ട്. അതിലൊന്നും ഒരർത്ഥമല്ല. ഈന്ന് പറയുമ്പോൾ അവരോട് ഇന്നാളെ സംസാരിക്കാവോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുമില്ല, അങ്ങനെ ഒരു പിന്നെ ഒരു മുനാദറിന്റെ നിയമവുമില്ല. അത് പോട്ടെ. പിന്നെ അതുകൊണ്ട് നിങ്ങൾ അഡ്രസ്സ് പറയുക. അഡ്രസ്സ് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ സംസാരിക്കേണ്ടുള്ളൂ. അല്ലാത്ത നിലയിൽ നമ്മൾ സംസാരിക്കേണ്ടതില്ല എന്നാണ് ഒന്നാമത്തേതാണത്. അഡ്രസ് അത് നിർബന്ധമാണ്. കാരണം ഞങ്ങളുടെ അഡ്രസ്സ് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അടുള്ള ആംഗിലേക്ക് വരാം. ആയിക്കോട്ടെ. ഞങ്ങൾ ഒരു ദിവസം നടത്തിയ ഷാദാസിന്റെ 7 മണിക്കൂർ ഞങ്ങൾ സംവാദം നടത്തിയിരുന്നു. ഞങ്ങൾ ആശ്രയിച്ച് 7 മണിക്കൂർ. അപ്പോ പിന്നെ അന്ന് നിയമവകുപ്പൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അത് നിങ്ങളോട് പറയുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവായി പോട്ടെ. ഞങ്ങൾ പറഞ്ഞു പേരും ഇല്ലാതെ ഇത് മുന്നോട്ട് പോകില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവായി പോകാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനൊന്ന് എൻ്റെ പവർ കറണ്ടിന്റെ പ്രശ്നം പോയി. ഏതായിരുന്നാലും അബൂ റഫിയ അദ്ദേഹത്തിന്റെ അഡ്രസ്സ് വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്ന് പറയുന്നു. നമ്മളിപ്പോ ഏതായാലും നമ്മൾ പരസ്പരം ഒരു കൂടിയല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ അഡ്രസ്സ് വെളിപ്പെടുത്തുന്നതിലുള്ള പ്രയാസം എന്നൊന്ന് പറയുകയാണെങ്കിൽ നമുക്കത് പിന്നെ പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്നൊന്നും അറിയില്ല. ഇതിന്റെ അഡ്രസ്സ് വെളിപ്പെടുത്തുകൊണ്ടുള്ള അപകടം എന്താണ് എന്നൊന്ന് പറഞ്ഞാൽ ആ അപകടം അദ്ദേഹത്തിന് നമുക്ക് വക കൊടുക്കാവുന്നതാണോ അല്ലെന്നൊന്നും പരമാവധി ഒരു ദീനിന്റെ കാര്യം ഏറ്റവും വലിയ കൊടുക്കാൻ പറ്റുന്ന ഒരു പിന്നെ രീതി എന്ന നിലയിൽ അതിന് അദ്ദേഹത്തിന് ഞങ്ങളുടെ അഡ്രസ് വെളിപ്പെടുത്തുന്നത് കൊണ്ട് പിന്നെ നിയമപരമായിട്ട് വല്ല പ്രശ്നങ്ങളിലും മാറി നടക്കുന്ന ആളാണോ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ പിന്നെ അഡ്രസ് അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് വലിയ പ്രയാസമുണ്ട്, ആ ഒരു അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് പിന്നെ ആ തരത്തിൽ ചർച്ച ചെയ്യായിരുന്നു. അതുകൊണ്ട് മൈക്ക് ഇനി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മറ്റൊരു ഉസ്താദ് ഉണ്ടല്ലോ IT-യിൽ, അദ്ദേഹം ഒന്ന് മൈക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു പക്ഷെ പിന്നെ ഇതുപോലെയുള്ള പ്രയാസം ഇല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അഡ്രസ്സ് പിന്നെ പറയാലോ. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഈ ഒരു ചെറിയ വിഷയത്തിൽ പിന്നെ വാശി പിടിക്കരുത് എന്നാണ് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്. ഒറ്റത്താണ് അബൂ റഫിയ എന്നുള്ള അഡ്രസ്സിൽ ആ ID-യിൽ ചർച്ച നടക്കുന്നതിന് എന്താ തടസ്സം?
ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആ അപകടം നിങ്ങൾക്ക് നീക്കാൻ കഴിയുമെന്ന് വെച്ചാല് അങ്ങനെ പിന്നെ ഒരു അപകടത്തിന്റെ പിന്നെ ഇതല്ല. പക്ഷെ എനിക്ക് താല്പര്യമില്ല എന്റെ പിന്നെ ശരിയായ പേരും അഡ്രസ്സും വെളിപ്പെടുത്താൻ. അതിന് ചില പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസം ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നില്ല. അതേസമയത്ത് നിങ്ങൾക്ക് പിന്നെ ഏകദേശം വർഷങ്ങളോളം പരിചയമുള്ള ഒരു ഐഡിയ ആണ് അബൂ റഫിയ. നിങ്ങൾക്ക് ഈ ക്ലാസ് റൂമിലുള്ള ഏറെക്കുറെ എല്ലാ ഉസ്താദുമാർക്കും അപ്പൊ ആ പരിചയം വെച്ചുകൊണ്ട് മറ്റ് ദുരുദ്ദേശങ്ങളൊന്നുമില്ല ഈ ചർച്ചയിൽ. അപ്പൊ ആ നിലക്ക് പിന്നെ നമ്മുടെ പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് തടസ്സം? ഇതിൽ നിന്ന് പിന്നെ ഞാൻ പിന്മാറിപ്പോകുന്ന പ്രശ്നം ഞാനിപ്പോ എടുക്കാണ്. പക്ഷെ ഈയൊരു വിഷയമുണ്ട്. എനിക്ക് അബൂ റഫിയ എന്നുള്ള ഐഡിയയിൽ നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. അഡ്രസ്സുള്ള ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇസ്ലാമിക ചർച്ചയിൽ ഒരു അഡ്രസ് ഇല്ലാത്തൊരു വിഷയമുണ്ടോ? അപ്പോ പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ഒരു അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ പേരറിഞ്ഞേ മതിയാകൂ എന്ന് വാശി പിടിക്കേണ്ടതില്ല എന്നാ എനിക്ക് തോന്നുന്നു. ഒരാളെങ്കിലും തൗഹീദിലേക്കും ഹിദായത്തിലേക്കും നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞാൽ, ശിർക്കിൽ നിന്നും മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ, പിന്നെ ലയഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹ. അല്ലെ, അവിടെ ഇങ്ങനെ പേര് പറയാത്തത് കൊണ്ട് ഒരാളെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഹിദായത്തിലേക്ക് കൊണ്ടുവന്നില്ല എന്ന് പറയണ്ടല്ലോ. അപ്പോ അതെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വാശിയല്ല, വാശി പോലെയായി മാറുകയാണ്. ഇതിലിപ്പോ നമ്മൾ 7 ആളേ ഉള്ളൂ. നമ്മളിപ്പം വേറെ ഒന്നും ചെയ്യാനും പോകുന്നില്ല. അപ്പോ ഇസ്ലാമികപരമായിട്ടുള്ള ഒരു ചർച്ചയുടെ വ്യവസ്ഥ, അപ്പൊ അത് ഈ രൂപത്തിൽ എന്റെ അബൂ റഫിയ എന്നുള്ള ഐഡിയയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വ്യവസ്ഥാപിതമായി സംസാരിക്കാം. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കൂടുതൽ വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ചയിലൂടെ ഇങ്ങനെ പോകേണ്ടതില്ല. ആ ഒരു സ്റ്റേജിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പം നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ഞാൻ അബൂ റഫിയ എന്ന ഐഡിയയിൽ നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കാനും ചർച്ചയ്ക്ക് ഉദ്ദേശിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങളുടെ തീരുമാനം ഇവിടെ ജനാബ് അബ്ദുൽ അസീസ് മുസ്ലിയാർ വയനാട് മുട്ടിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ഒറ്റത്താണി ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്ത് വ്യക്തമായിട്ടുള്ള പേരും അഡ്രസ്സും പറയാതെ ഒരു ബൈലക്സ് ഐഡിയോട് ഉള്ള ഒരു സംവാദമൊന്നും നടത്താൻ മാത്രം വിഡ്ഢികളല്ല ഞങ്ങൾ അല്പം ഒക്കെ ഭക്ഷണം കഴിക്കുന്നതിന് ബുദ്ധി പ്രയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് പിന്നെ വ്യക്തമായ പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞാൽ മാത്രമേ ക്ലാസ് റൂമിന്റെ ഔദ്യോഗികമായിട്ടുള്ള ചർച്ചക്കും സംവാദത്തിന് ഞങ്ങൾ തയ്യാറുള്ളൂ എന്ന് ഞങ്ങൾ ആണയിട്ട് പറയുന്നു. ഒരു സംശയമില്ല. പിന്നെ ഇനി അബൂ റഫിയ എന്ന് പറയുന്ന സുഹൃത്ത് ഇപ്പൊ എന്താണ് പേര് പറയാതെ നിങ്ങൾക്ക് സംവാദം നടത്തിക്കൂടെ ചോദിക്കണ്ടല്ലോ. അതിനൊക്കെ പല ആക്ഷേപങ്ങൾ പിന്നീട് വരും. ഉദാഹരണമായിട്ട് ഒന്ന്, ഇവിടെ നേരത്തെ ഇവിടെ ടെക്സ്റ്റ് അടിച്ചിരുന്നു. അതായത് എന്താണ്, കുറച്ച് കഴിഞ്ഞാൽ പറയും, ഇത് റെക്കോർഡൊക്കെ ആക്കി 4 ദിവസം കഴിഞ്ഞാൽ പറയും, ഓ അത് മുജാഹിദുകൾ തന്നെ ഒരു ISMകാരനെ പിടിച്ചുകൊണ്ടുവന്ന് അദ്ദേഹം അബൂ റഫിയ എന്നൊരു ഐഡിയ ഉണ്ടാക്കി ശബ്ദം മാറ്റി സംസാരിക്കുകയാണ്, മുജാഹിദുകൾ നാടകം കളിക്കുകയാണ് എന്ന് പറയും. അപ്പൊ അതിനൊന്നും നിൽക്കണ്ടല്ലോ. നമ്മളിത് വേണ്ടത് എന്താ അറിയങ്ങള്, വേണ്ടത് ശരിക്ക് വീഡിയോ റെക്കോർഡിങ്ങിലൂടെ മുഖാമുഖം ഇരുന്ന് പിന്നെ
ആണ് വേണ്ടത്. പക്ഷെ നമ്മളിത് ഇവിടെ ക്ലാസ് റൂം ആകൊണ്ടാണ് ഓൺലൈൻ. ശരിക്കും മുഖങ്ങൾ കാണണം, ആളെ കാണണം, ആ രൂപത്തിൽ നമ്മളിത് നടത്തണം. അങ്ങനെയായിരുന്നു ആഗ്രഹം. പക്ഷേ ഇപ്പൊ നമുക്ക് എന്താണ് അതിനുള്ള സംവിധാനമില്ല, ഓൺലൈനായിട്ട് ഇങ്ങനെ നടത്താനേ സാധിക്കുള്ളൂ. അപ്പൊ അബൂ റഫിയ അങ്ങനെ ഒരു അബൂ റഫിയയുടെ മൊത്തം സംസാരം കേട്ടിട്ട് അദ്ദേഹം പിന്നെ ഇതങ്ങനെ അങ്ങനെ ഓടി ഒളിക്കുന്നത് പോലെ, സാധാരണ അബൂ റഫിയ പിന്നെ ഓടി ഒളിക്കാറില്ല, കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയൂലെങ്കിൽ അറിയൂല എന്ന് പോലും അദ്ദേഹം പറയാറുണ്ട്. ഞാൻ മദ്രസയിൽ പഠിച്ചതാണെന്നൊക്കെ പറയാറുണ്ട്. ഒരു നല്ല ശൈലിയാണത്. പക്ഷെ ഇന്ന് എന്താണ്, അദ്ദേഹം പേര് പറയാൻ കൂട്ടാക്കുന്നില്ല. ശരി, ഇനി അദ്ദേഹത്തിന് അത് മടിയാണെങ്കിൽ പ്രശ്നമല്ല. നമ്മളിപ്പോ നിർബന്ധമായിട്ടോ അബൂ റഫിയ പേര് പറയണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നില്ല. പക്ഷെ ചർച്ച നടക്കണമെങ്കിൽ, സംവാദം നടക്കണമെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പേര് പറയുക തന്നെ വേണം. പിന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ വരുന്നില്ല എങ്കിൽ, നിങ്ങൾ പറയാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങളുടെ വേറെ ആളുകളെ ഉസ്താദന്മാരെ കൊണ്ടുവന്നുകൂടെ? അതിനെന്താ നിങ്ങൾ ഒരു ഉത്തരം പറയാത്തത്? അതൊന്ന് പറഞ്ഞാൽ തിരക്കിടില്ല. അസ്സലാമു അലൈക്കും. ഉസ്താദുമാരെ കൊണ്ടുവന്നാല് ഫൈസുലമി എനിക്കുള്ള ആശയം പങ്കുവെക്കലാവില്ലല്ലോ. നമ്മളൊരു പിന്നെ നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ പരാജയപ്പെടുത്താനുള്ള ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയല്ലല്ലോ ഇത്. നമ്മൾ പരസ്പരം അറിയുന്ന ആളുകൾ പരസ്പരം, അത് അറിയുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ച ക്ലാസ് റൂമിൽ കൂടി പരിചയമുള്ള ആളുകൾ പരസ്പരമുള്ള ഒരു ചർച്ചയാണ്. അതിപ്പോ ഒരു ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ ഒരു കോലാഹലം അല്ലെങ്കിൽ അത്തരം ഒരു ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോ പിന്നെ ഞാനുമായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിനേക്കാളൊക്കെ എത്രയോ പിന്നെ താഴെയാണ്, പിന്നെ ഇങ്ങനെ ചെറിയ ഒരറിവുള്ള ആളാണ് ഞാൻ. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായും എന്നെ സംസാരിച്ച് എന്റെ വിഷയങ്ങൾ ക്ലിയർ ചെയ്യുന്നതിന് നിങ്ങൾ പ്രാപ്തരുമാണ്. അപ്പൊ ആ നിലക്ക് നിങ്ങൾ വെൽക്കം ചെയ്യേണ്ടതാണ്. സ്വാഗതം, അബൂ റഫിയ എന്നുള്ള ഐഡിയയിൽ തന്നെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്യേണ്ടതാണ്. അപ്പം ഇനിയിപ്പോ ആൾക്കാരുടെ ആക്ഷേപം, നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലമല്ലേ കാക്ഷിക്കുന്നത്. അപ്പൊ ആ നിലക്ക് ചർച്ച നടക്കട്ടെ, അതിന് പ്രയോറിറ്റി കൊടുക്കുക. മറ്റതൊക്കെ സാരമില്ല, പിന്നീട്. പിന്നെ ഞാനൊന്ന് ഒരു ചെറിയൊരു സജഷൻ കൂടി ഞാൻ വെക്കാം. ഇങ്ങനെ അത് എന്റെ ഈ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ അസീസ് മൗലവിക്ക് പേഴ്സണലായി വേണമെങ്കിൽ അദ്ദേഹത്തിനക്ക് ഞാൻ എൻ്റെ പേരും പിന്നെ ഇതൊക്കെ കൊടുക്കാം, ഐഡിയ ഒക്കെ കൊടുക്കാം. അത്രത്തോളം ഞാൻ പറയുന്നത് നമ്മുടെ ചർച്ച ഒന്ന് നടക്കട്ടെ എന്നുള്ള നിലക്കാണ്. അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് പിന്മാറണമെന്നോ അല്ലെ ചർച്ച നടത്തരുതെന്നോ നടത്തണ്ടെന്നോ അങ്ങനെ യാതൊരു ഉദ്ദേശമില്ല. അപ്പൊ നിങ്ങൾ പരസ്യമായി ചർച്ചയുടെ ഭാഗമായിക്കൊണ്ട് ഐഡി വെളിപ്പെടുത്തുന്നതിന് എനിക്ക് പ്രയാസമുണ്ട്. അതും ഞാൻ ടെലിഫോൺ നമ്പർ കൊടുത്തതുപോലെ അബിയാദിലിനെ ഞാൻ വിശ്വസിക്കുന്നു, വിശ്വാസത്തിലെടുക്കുന്നു. അസീസ് മൗലവിയെ സംസാരിച്ചപ്പോ എനിക്ക് പിന്നെ മൂപ്പരെ ആ സംസാരത്തിലുള്ള ഒരു ഇതുണ്ടല്ലോ, അതിനെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാൻ കൊടുക്കാം. السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഒരു പിന്നെ കൃത്യതയോട് കൂടിയിട്ട് മേൽവിലാസത്തോടു കൂടി
ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എവിടെയും വെട്ടിത്തുറന്ന് പറയാൻ യാതൊരു പ്രയാസവുമില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് തന്നെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ചില സംഗതികൾ മറച്ചു വെക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. തെളിവുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഈ സഹോദരന്മാരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ മാറി മാറി പല സുഹൃത്തുക്കളും മൈക്കെടുത്തു. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി വന്ന മറ്റൊരു ഉസ്താദാണ് ഐ-ടീം എന്ന് പറയുന്ന ഐഡിയയിലുള്ളത്. അദ്ദേഹവും അബൂ റഫീഉം ഒന്ന് തന്നെ എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും. നിങ്ങൾ തന്നെ മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്ന്, മറ്റൊരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു ഐ ഡി ഈ റൂമിൽ കൊണ്ടുവന്നിട്ടതാണ്. ആ ഐ ഡിക്ക് പിന്നിൽ ആരുമില്ല, ആ ഐ ഡിക്ക് മുമ്പിൽ ഒരു ജസദുമില്ല, നിങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും. അദ്ദേഹം ഇതുവരെ മൈക്കിൽ വന്നില്ല, ഒന്ന് മൈക്ക് എടുത്തില്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞില്ല. അപ്പൊ എന്താ നിങ്ങൾക്കൊരു ഭയപ്പാടെന്താ? അങ്ങനൊരു ഭയപ്പാടിന്റെ ആവശ്യം എന്താ? നിങ്ങൾക്ക് പിന്നെ ഒരുപാട് ആളുകളോട് വിളിച്ച് കാവല് തേടിയിട്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ നിന്ന് വന്നൂടെ? ഞങ്ങളെപ്പോലല്ലേ, ഞങ്ങൾക്ക് അള്ളാഹുവിനോട് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് എത്ര പോരം ആളുകൾ സഹായിക്കാണ്ട്, ആ ആളുകളുടെ മുഴുവനും സഹായം നിങ്ങൾ തേടിക്കോളൂ. ബിന്ദുവിനില്ല, അള്ളാഹിനെ മാറ്റി നിർത്തിയിട്ട്. അപ്പൊ ഇത്ര കൃത്യമായിട്ട് എത്ര സമയം നമ്മൾ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഡ്രസ് ഒന്ന് പറയൂ സാർ എന്ന് വളരെ വിനീതമായിട്ട് പറഞ്ഞിട്ട് അത് വെളിപ്പെടുത്താൻ ഇസ്ലാമികപരമായിട്ടുള്ള ഒരു ചർച്ചയിൽ നിങ്ങൾക്കറിയില്ലേ, ഏതൊരു വിഷയവും എന്തൊരു വിഷയവും അതിൻ്റെതായിട്ടുള്ളൊരു വ്യവസ്ഥ അനുസരിച്ച് കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ രീതിയിലല്ലേ സംസാരിക്കും, ആ രീതിയിലല്ലേ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നേരത്തെ സെയ്ദ് അഷ്റഫ് സാർ പറഞ്ഞതുപോലെ മറ്റു സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ പിന്നെ അഭിപ്രായപ്പെട്ടതുപോലെ നമ്മൾ ക്ലാസ് റൂമിലേക്ക് മടങ്ങാം. എന്നിട്ട് നമുക്ക് ഇന്നിങ്ങനെ ഒരു പിന്നെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് അവിടെ വെളിപ്പെടൽ ചോദിക്കാം. നമുക്കതിനുള്ള മറുപടിയും ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകാം. അതിന് നിങ്ങൾക്ക് അബൂ റഫീ എന്ന ഐഡിയ ധാരാളം മതി. പക്ഷേ ഒരു വ്യവസ്ഥ എഴുതിക്കൊണ്ട്, അതെ, ഒരു വ്യവസ്ഥ പിന്നെ ചെയ്തുകൊണ്ട് ഒരു പിന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ ശക്തമായിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള ചില വിഷയങ്ങൾ, തൗഹീദിനെ പോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുന്ന അപ്പുറത്തുള്ള ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയില്ല എന്ന് പറയുമ്പോൾ അതൊരു ശരിയല്ല, 100% ശരിയല്ല, ആരും അംഗീകരിക്കുന്നു. ആയതുകൊണ്ട് ഒരിക്കൽ കൂടി വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് പറയാണ്, ഐ-ടീം എന്ന് പറയുന്ന ആ സുഹൃത്തൊന്ന് മൈക്കെടുത്തിട്ട് ഇനി അദ്ദേഹത്തിന് വല്ല പിന്നെ പ്രശ്നമുണ്ടോ പേര് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ. ഞാനിപ്പോ എനിക്കൊരു സംശയം, ഇപ്പൊ നമ്മളെ കേരളത്തില് പിന്നെ മൊഹീദ്ദീൻ ഷേഖിന്റെ പേരിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. മൊഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ പേരിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ കേരളത്തിൽ എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യാൻ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ട്. നമ്മളെ അബ്ദുൽ അസീസ് മുസ്ലിംമാരും തമ്മിൽ എന്തോ ഒരു അതിർ പ്രശ്നം ഉണ്ടായതാണ്. ആ അതിർ പ്രശ്നത്തിന്റെ ഹൈന്ദവ സുഹൃത്തുക്കൾ ആയുധങ്ങളുമായി വന്നപ്പോൾ ആ ഷേഖ് മൊഹീദ്ദീൻ വിളിച്ചപ്പോൾ മൊഹീദ്ദീൻ ഷേഖ് ഒരു പച്ച കുതിരമ കണ്ട് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ സുഹൃത്തുക്കളൊക്കെ വെട്ടിക്കൊന്നുന്നാണ്. അതിന് കേസ് കോടതിയിലെത്തിയപ്പോൾ ഒരു കാളി എന്ന് പറയുന്ന ഒരു സ്ത്രീ മൊയ്തീൻ ഷേഖേന്ന് വിളിച്ചപ്പോൾ മൊയ്തീൻ ഷേഖ് വന്ന് വെട്ടുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് കേസ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ ലെവലിൽ നിങ്ങളിപ്പോ മൊയ്തീൻ ഷേഖ് ആണോ എന്ന് വരെ സംശയിക്കപ്പോ. കാരണം പേര് വെളിപ്പെടുത്താൻ പ്രയാസമുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരിൽ ആ ആള് നിങ്ങൾ തന്നെയാണോ? എന്താ പിന്നെ അതെങ്കിലും ഒന്ന് പറയുന്നത്. അസ്സലാമു അലൈക്കും. ഒറ്റപ്പാടെ മൊയ്തീൻ ഷേഖല്ല എന്തായാലും. മറ്റുള്ള കേസിന്റെ കാര്യം ഞാൻ അറിയില്ല. ഇവിടെ ഉള്ളത് മൊയ്തീൻ ഷേഖല്ല. അപ്പോ പിന്നെ ഈ രീതിയിൽ എങ്ങനെ ചർച്ച ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ സമയം കളയണ്ട. എന്താ അബിയാദിലിന്റെ അഭിപ്രായം എന്താണെന്ന് നോക്കിയിട്ട് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്കുള്ള പറയാനുള്ളത്, ഒരു ഔദ്യോഗിക ക്ലാസ് റൂമിൽ വന്ന് ഒരു ഔദ്യോഗിക ചർച്ച നടക്കുമ്പോൾ ഞങ്ങൾ ആരോടാണ് ചർച്ച ചെയ്യുന്നത്?
ഈ ക്ലാസ് റൂം പേര് നിങ്ങൾ കണ്ടല്ലോ, KNM മർക്കസുദ്ദാവ ഔദ്യോഗിക സംഘടനയുടെ ക്ലാസ് റൂമാണ്. ഈ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ അത് ആരാണ് എന്നുള്ളത് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. കാരണം നമ്മളൊരു വിഷയം ഔദ്യോഗികമായി ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കുമല്ലോ, പിന്നെ ആരാണ് ഉദ്ധരിച്ചത് അല്ലെ? ഒരു റാവിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ റാവിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ ഇവിടെ ഇപ്പൊ അതൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾ ഇപ്പോ പിന്നെ സുന്നികൾ കുറെ, അഥവാ സമസ്തക്കാര് കുറെ വിഭാഗമായിട്ടുണ്ട്. അതിൽ ഏത് വിഭാഗമാണ് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ആരാണ് എന്നുള്ളത് ഞങ്ങളുടെ ഐഡിയിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏത് വിഭാഗമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതിലും ഞങ്ങൾക്ക് എന്തുണ്ട്, പിന്നെ ഉറപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ ആര് എന്നറിയാതെയാണ് ഞങ്ങൾ ഇങ്ങനെ ഔദ്യോഗികമായ ഒരു ലേബലിൽ നിന്നുകൊണ്ട് സംസാരിക്കുക, ലയനിനോട് യുദ്ധം ചെയ്യുന്ന പോലെ. മറ്റേ രൂപത്തിലാണെങ്കിൽ അഥവാ നിങ്ങളോട് ഈ അബൂറഫിയ എന്നുള്ളതിലാണെങ്കിൽ നമ്മളിപ്പോ സാധാരണ ക്ലാസ് റൂമിൽ സംസാരിക്കുന്നില്ല, അതന്നെ മതി. പിന്നിപ്പോ ഒരു പ്രത്യേക റൂമിലേക്ക് വന്ന് ഒരു സംവാദ വ്യവസ്ഥ തീരുമാനിക്കുക എന്നുള്ളതൊന്നും ഉണ്ടായില്ലല്ലോ, അങ്ങനെ ഒന്നും വേണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഈ നിലയിൽ മുന്നോട്ട് പോകാൻ ഈ വിഷയത്തിൽ പറ്റൂല എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്റെ സുഹൃത്തുക്കൾക്കും അത് തന്നെയായിരിക്കും അഭിപ്രായം എന്ന് ഞാൻ വിചാരിക്കുക. എനിക്ക് ഈ നിലയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലെ? സയ്യിദ് അസ്റഫ് എസ് പറഞ്ഞു, സൈസുല്ലമി എസ് പറഞ്ഞു, MM എങ്ങനെ പറഞ്ഞു, ഒറ്റത്താണി ഉസ്താദ് കേൾക്കുന്നില്ലേ? യെസ്, ഓക്കെ. അപ്പൊ എന്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തി, മറ്റുള്ളവരുടെ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി സംസാരിക്കേണ്ടതില്ല, നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പേര് മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു കളി നമുക്ക് പറ്റൂല. മുമ്പൊക്കെ ഈ പേരും അഡ്രസ്സൊക്കെ മാറ്റി പറഞ്ഞിട്ട് കല്യാണം കഴിക്കും അന്യനാട്ടിലൊക്കെ വന്നിട്ട്, എന്നിട്ട് ഒക്കെ പിടിക്കപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊന്നും നമ്മൾ കാണിക്കേണ്ട കാര്യമില്ലല്ലോ, ആ ചതിക്കുഴിയിലൊന്നും നമ്മൾ വീണു പോകേണ്ടതില്ലല്ലോ. അപ്പൊ അബൂ റഫിയ ഒരു നല്ല വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിന് പേര് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് പറയാം, അന്തസ്സോടുകൂടെ. അതിനാണല്ലോ മാതാപിതാക്കളൊക്കെ പേരിട്ടിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് മമ്പുറം തങ്ങളാ പേരിട്ടിട്ടുള്ളത്. ഒരു കുഴപ്പമില്ല, നമുക്കത് എന്ത് ചെയ്യാം, പേര് പറയുന്നതിന് ഒരു വിരോധമില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു, ഇനി ചർച്ച ചെയ്യേണ്ടതില്ല. ഞാൻ ഇവിടെ നമസ്കാരമായി, ഇഷ നമസ്കാരത്തിന് പിന്നെ ഇക്കാമത്ത് വിളിക്കാനായി ഞാൻ പോകുന്നു. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പിന്നെ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് വളരെ വിനയത്തോടുകൂടെ എന്നാൽ ശക്തമായി പറയുന്നു, ഈ ഭാഗത്തെ എല്ലാവരുടെയും പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു. ഇനിയും വേണമെങ്കിൽ പറയാം. മറുഭാഗത്തെ പേര് പറയാതെ, അഡ്രസ്സ് പറയാതെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ചർച്ചക്കും നമ്മൾ ഒരിക്കലും തയ്യാറല്ല. ഇനി അതിന് പിന്നെ അങ്ങനെ പേര് പറയാൻ തയ്യാറില്ല എങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ അബൂ റഫിയക്ക് പിന്നെ ഇഷ്ടമാണെങ്കിൽ ക്ലാസ് റൂമിൽ വരാൻ ചോദിക്കാം, സാധാരണ പോലത്തെ മുമ്പ് നടന്നതിന് പോലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ആകാം എന്നുള്ളതല്ലാതെ ഇങ്ങനതില്ല. ഇതറിഞ്ഞാലും പോകാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഹലോ, കേൾക്കുന്നുണ്ടോ? സീസുല്ലമ്മി വേങ്ങര സീസ് സ്രോഫ് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അബുറഫിയ എന്നുള്ള ഐഡിയിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഞാൻ എടുക്കാനില്ല. അത് തൽക്കാലം പിന്നെ ശരിയായ ID വെളിപ്പെടുത്താൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിവിടെ അവസാനിപ്പിക്കാം.